സംഭവമായിരുന്നു. 4 എണ്ണ പോയത്. മോട്ടിച്ചവൻ ആരായാലും അവന്റെ തലയിൽ ഇടിത്തി വീഴും. എന്റെ പെമ്പ്രന്നോത്തി നേർച്ചക്കിട്ട കോഴിയാ കഴിഞ്ഞ ആഴ്ച അടിച്ചോണ്ട് പോയത്. ഈ കണക്കിന് പോയ എന്തായി തീരുമല്ലോ പോവാനും. വിത്തൗട്ട് പ്രസിഡന്റ് എന്താ ഒന്നും മിണ്ടാത്തേ? ഞാനിപ്പം കുറെ മുണ്ടി കൊണ്ട് പ്രശ്നം തീരൂ. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്താ പട്ടാളത്തെ കൊണ്ടുവരണോ? ഏടോ, ഇത് നമ്മൾ നാട്ടുകാർ സംഘടിച്ച് പരിഹരിക്കാണ് വേണ്ടത്. ആ, അതിനിപ്പം പരദൂഷണം പരാതി കഴിച്ച് ഒത്തൊരുമിക്കാൻ ആർക്കാ അവിടെ സമയമുള്ളത്? ഒരാറ് കഷ്ണം പുട്ട്. അല്ല, നമുക്ക് പോലീസിലൊന്ന് പരാതിപ്പെട്ടാലോ? എന്നിട്ട് വേണം ബാക്കി കോഴിയെ അവന്മാരെടുത്തുള്ളൂ. പ്രസിഡന്റ്, പുത്തൻ വീട്ടിൽ 4 എണ്ണം കൊണ്ടുപോയി. കൊച്ചുകല്യാണന്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി. ഇനിയിപ്പം ആ തന്തയില്ലാത്തവന്മാർ എന്റെ വീട്ടിലെങ്ങാനും കയറി വന്നാ ഈ കാട്ടിലെ നാരായണന്റെ സ്വഭാവം ശരിക്കും ഞാൻ കാണിച്ചു കൊടുക്കും. ആ, പ്രസിഡന്റിനെ അറിയാമല്ലോ എന്റെ സ്വഭാവം. ഇണങ്ങിയ നല്ലോണ, ഇടഞ്ഞ മഹാപെശകാ നാരായണി. അറിയാം നാരായണി പൊക്കോളും. ഇപ്പൊ എല്ലാ കുരിശും എന്റെ തലയിലാ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പ്രസിഡന്റ് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ. ഇവരെ അങ്ങോട്ട് പിടിക്കാം. എന്നിട്ട് ഈ നാട്ടിലെ തൊഴിലില്ലാത്ത എല്ലാ ചെറുപ്പക്കാരെയും അങ്ങോട്ട് സംഘടിപ്പിക്കാം. കുറച്ച് ദിവസം ഉറക്കൊഴിയേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ. കള്ളനെ നമുക്ക് കൈയോടെ പിടിക്കാം. അയ്യോ, ഞങ്ങൾക്ക് മൂക്കറ്റം പട്ടച്ചാറ അടിച്ച പോലെ പാണ്ടിക്കാരോ മറ്റോ ആയിരിക്കും. അവന്മാരെന്തും ചെയ്യാൻ മടിക്കാത്തവന്മാരാ. ശരിയാ, അതിനും സാധ്യതയുണ്ട്. ഒന്ന് പോടോ. ഈ പെണ്ണുങ്ങൾ പോറ്റുന്ന കോഴിയെ മോട്ടിക്കാൻ മാത്രം അത്ര നാണം കെട്ടവരല്ല പാടിക്കാർ. കള്ളൻ ഈ നാട്ടുകാരൻ തന്നെയാ. നാട്ടുകാരായാലും വീട്ടുകാരായാലും ശരി, എന്തെങ്കിലും ആ ഹമുക്കുകളെ നമ്മുടെ കൈ കിട്ടും. വരുമ്പം സൽക്കരിക്കാൻ പറ്റാ കോഴികളാ അവന്മാര് കട്ടുകൊണ്ട് പോയത്. ഈ വിലീസുകൾ കുയ്യാലിലെ ദേവൻടയിലെ കള്ളന്മാരെ കണ്ടെന്നാ പറയണേ. ഏതാണ്ട് കറുത്തു തടിച്ച് മുഖം മൂടിയൊക്കെ ഇട്ടാണത്രേ. അത് നമ്മളെ റിപ്പർ ചന്ദ്രനായിരിക്കും. ഇവന്റെ ഒരു മുഖം മൂടി. ഇതുവരെയുള്ള സംഭവവികാസങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും 4 കോഴികൾ വീതമാണ് മോഷ്ടിക്കപ്പെട്ടത്. എന്റെ നിഗമനത്തിൽ മോഷ്ടാക്കൾ 4 പേരാകാനാണ് സാധ്യത. കാറും ബസ്സും കൂട്ടിയിടിച്ചതിന്റെ ഫലമായി ഗൗതമന്റെ 21 തലയ്ക്ക് സാരമായ പരിക്കേറ്റു. രാവണ് പോലും ഇല്ലല്ലോടോ 21 തല. അത് ഗൗതമൻ ബ്രാക്കറ്റില് 21 വയസ്സ് തലയ്ക്ക് പരിക്കേറ്റു. അല്ല, നിങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ടേ? കല്യാണം ഒഴിച്ച് എന്തും. താമസമുണ്ടോ? ക്ഷമിക്കണം, താമസത്തിന് സൗകര്യമില്ല ഇവിടെ. വെറുതെ നാറി. വന്നിട്ട് വിട്ടു.